ഇപ്പോൾ കോഴിക്കോട് മഴ എങ്ങനെയുണ്ട്? മുന്നറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ജയലക്ഷ്മി, കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അതിശക്തമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് മഴ അല്പം മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ്. എന്നാൽ ഇന്നലെ മുതൽ മഴ പെയ്യുന്നതിൽ, അതായത് മഴ പെയ്യുന്നുണ്ടെങ്കിലും അതിശക്തമായ ഒരു മഴ പെയ്യുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ഇന്നത്തേക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത്. എന്നാൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ റെഡ് അലേർട്ട് പിൻവലിച്ച് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറ്റുകയായിരുന്നു. നദികളിലൊക്കെ ജലനിരപ്പ് ഇന്നലെ രാവിലെ വരെ നദികളിലെല്ലാം നല്ല രീതിയിലുള്ള ജലനിരപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ മഴ അല്പം മാറുന്നതോടുകൂടി നദികളിലെ ജലനിരപ്പെല്ലാം താഴുകയും വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കുറ്റ്യാടി മേഖലയിലൊക്കെയാണ് കാര്യമായ രീതിയിൽ വീടുകളിലൊക്കെ വെള്ളം കയറി പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നത്. എന്നാൽ അവിടെ നിന്നൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങി ആ രീതിയിൽ പ്രശ്നങ്ങളില്ല. എന്നാലും ഈ രാവിലെയൊക്കെ പെയ്യുന്ന മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് ചാറ്റൽ മഴ പോലെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതിശക്തമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് എന്തായാലും ചാറ്റൽ മഴയാണ് ഇപ്പോഴുള്ളത്. അതിശക്തമായ മഴയൊന്നും കോഴിക്കോട് ഇല്ല എന്നുള്ളതാണ് ഇംതിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇനി കണ്ണൂരേക്ക് പോകാം. അവിടെ ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, കണ്ണൂരിൽ മഴ എങ്ങനെയാണ്? കാറ്റുണ്ടോ? കണ്ണൂരിൽ ഏതായാലും മഴയ്ക്ക് അല്പം ശമനമുണ്ട്. നേരിയ തോതിലുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ എവിടെയും അനുഭവപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ആ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി നൽകിയിട്ടുള്ളത്. അതായത് മത്സ്യത്തൊഴിലാളികൾക്കടക്കം കടൽക്ഷോഭം ശക്തമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റെഡ് അലേർട്ട് ആയിരുന്നു ഇന്നലെയെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ അത് ഓറഞ്ച് അലേർട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ജാഗ്രത തുടരണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ചും ഈ തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലടക്കം സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇതുവരെയും അവിടെ സഞ്ചാരികൾക്ക് പ്രവേശിക്കുന്നതിൻ്റെ വിലക്ക് ജില്ലാ ഭരണകൂടം മാറ്റിയിട്ടില്ല. ആ രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ തുടരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി മഴയുടെ അളവിൽ കുറവ് കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെടുന്നു. പക്ഷേ അതിന് തൊട്ട് മുൻപത്തെ ദിവസം അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. പക്ഷേ പിന്നീട് മഴയുടെ ശക്തി കുറഞ്ഞു. ഇപ്പോഴേതായാലും നേരിയ തോതിൽ മാത്രമാണ് ജില്ലയിൽ മഴ അനുഭവപ്പെടുന്നത്. ശരി ഫെലിക്സ്, കണ്ണൂരിലും നേരിയ തോതിൽ മാത്രമാണ് മഴ ഇപ്പോഴുള്ളത്. പക്ഷേ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളൊന്നും അവഗണിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഫെലിക്സ് മുന്നോട്ട് വെക്കുന്നതും. ഇനി നമുക്ക് ശ്യാമപ്രസാദിലേക്ക് പോകാം. ശ്യാമ, അവിടെ മഴ എങ്ങനെയുണ്ട്? കൊച്ചിയിൽ അല്പം മുമ്പ് വരെ ശക്തമായ മഴ നിലനിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് അല്പം വെയിലൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ രീതിയിലുള്ള മഴ ഇങ്ങനെ ഒന്നരവിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നഗരപ്രദേശത്ത് കാര്യമായ രീതിയിലുള്ള വെള്ളക്കെട്ടും മറ്റും തന്നെ ഒന്നും തന്നെ ഇല്ല. ഈ മലയോര പ്രദേശത്ത് വലിയ തോതിൽ ഇപ്പോഴും മഴയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കനത്ത മഴ മൂലം ഈ മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള നീരൊഴുക്ക് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലങ്കര അണക്കെട്ടിലെ ഷട്ടറുകൾ ഏകദേശം 200 സെൻറ്റിമീറ്റർ വരെ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊടുപുഴ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ഈ പുഴയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ കൂടുതൽ മണ്ണിടിച്ചിലിനും മറ്റുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മറ്റുമൊക്കെ നിലവിൽ ഇപ്പോഴും വിലക്ക് തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നാണ് ഒരല്പം മാനമൊന്ന് തെളിഞ്ഞ് കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ട് ശക്തമായ മഴ തന്നെയായിരുന്നു ജില്ലയിൽ എമ്പാടും ഉണ്ടായിരുന്നത്. പെരിയാറിലും നല്ല രീതിയിൽ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ശരി ശ്യാം.